ഇപ്പോൾ നമുക്ക് രണ്ട് പ്രോബിലിറ്റി ആണുള്ളത്. ഒന്നെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇവിടുന്ന് മുകളിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ മുകളിലേക്ക് വന്ന ശേഷം ഈ ഒരു റേഞ്ചിൽ, ഇത് നമ്മുടെ എക്സാക്ട് സപ്ലൈ സോൺ ആണ്. അത് മാത്രമല്ല ഇത് നമ്മുടെ ഡേയുടെ സപ്ലൈ സോൺ ആണ്. അതുപോലെ തന്നെ ഇത് 1 ഹവറിന്റെയും ഒരു സപ്ലൈ സോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ഏരിയ നല്ല സ്ട്രോങ് ആണ്. ഇവിടുന്ന് വേണമെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി ഫെയിൽ ആകാം. ഇത് മാർക്കറ്റിന്റെ ഒരു ബേസ് ആണ്. ഈ ബേസിൽ നിന്ന് വേണമെങ്കിൽ മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്യാം. ഇവിടുത്തെ എടുക്കാനുള്ള ലിക്വിഡിറ്റീസ് ഒക്കെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ മാർക്കറ്റ് താഴത്തേക്ക് ഫോൾ ആകാം. ഇവിടുന്ന് മാർക്കറ്റ് ഫോൾ ആവുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 61,000 എന്നുള്ള റേഞ്ചാണ്. ഹായ് ഓൾ, ട്രേഡ് മാക്സ് നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് കയറും സ്വാഗതം. നമുക്ക് എന്തായാലും ക്രിപ്റ്റോന്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ക്രിപ്റ്റോ ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ, അല്ലെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോയിൽ മൂവ്മെന്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഓൾറെഡി നോക്കാം. ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡേ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റിൽ ഒരു മൂവ്മെന്റും ഇല്ല. വെറും 1000 പോയിന്റ് മാത്രമാണ് മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസമായിട്ട് മൂവ് ചെയ്തത്. ഇന്നത്തെ ദിവസത്തെ ഒരു മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ 400 പോയിന്റ് 500 പോയിന്റ് അടുത്താണ് മാർക്കറ്റ് ആ മൊത്തം മൂവ്. എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇന്ന് ഫുള്ള് കൺസോളിഡേഷൻ ഫേസിലാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കിക്കേണ്ടത് മാർക്കറ്റ് സംതിങ് എന്തോ വലുതായിട്ടുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. മേ ബി എന്ത് ചെയ്യാം, മാർക്കറ്റ് വേണമെങ്കിൽ ഒന്ന് പുഷ് ചെയ്തതിനു ശേഷം അഗ്രസീവായിട്ട് വേണമെങ്കിൽ താഴത്തേക്ക് പോകാം. നമ്മുടെ വ്യൂ ഓൾറെഡി ബെയറിഷ് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ താഴത്തേക്കാണ് ഓൾറെഡി പ്രതീക്ഷിക്കുന്നത്. വേണമെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഒരു പുഷ് കൂടെ തന്നതിന് ശേഷം മാർക്കറ്റ് അഗ്രസീവായിട്ട് മൂവ് ചെയ്യാം. ഇപ്പം കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡലിന്റെ ഉള്ളിൽ തന്നെയാണ് ഇന്നത്തെ ക്യാൻഡിൽ ഓൾറെഡി ഫോം ചെയ്തിരിക്കുന്നത്. നമ്മൾ 4 ഹവറിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും, 4 ഹവറിൽ മാർക്കറ്റ് ഇന്നത്തെ മാർക്കറ്റ് ഫുള്ള് അല്ലെങ്കിൽ ഇന്നത്തെ ക്യാൻഡിൽസ് ഫുള്ള് ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആണ് ഓൾറെഡി ഫോം ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിൽ അപ്പിലേക്കും ഇല്ല ഡൗണിലേക്കും ഇല്ലാത്ത രീതിയിൽ മാർക്കറ്റ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഓൾറെഡി ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ട്രേഡ്സുകളൊന്നും തന്നെ ഇല്ല. മാർക്കറ്റ് നമുക്ക് മറ്റ് ട്രേഡ്സുകളൊന്നും തന്നെ ഇല്ല. നമ്മൾ സ്റ്റിൽ വാച്ചിങ് മാത്രമാണ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെയാണ് നമ്മൾ ഈ യെല്ലോ ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഇന്നലത്തെ ക്യാൻഡിൽസും അതുപോലെ തന്നെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഇന്നത്തെ ക്യാൻഡിൽസും ആണ്. ഈ 2 ദിവസത്തെ ക്യാൻഡിൽസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ഒരു ട്രേഡ്സ് പോലും ഇല്ല. നമുക്കിവിടെ ഇങ്ങനെ ട്രേഡ്സ് ഇല്ലാത്ത സമയത്ത് മാർക്കറ്റിൽ മാറി നിൽക്കാൻ മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇപ്പം നമുക്ക് ട്രേഡ്സ് ഇല്ല അല്ലെങ്കിൽ മാർക്കറ്റിൽ വോളിയം ഇല്ല എങ്കിൽ സ്റ്റിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, മാർക്കറ്റിൽ നിന്ന് വിട്ട് നിൽക്കുക. മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഒരു മൊമെന്റം വന്നതിന് ശേഷം അല്ലെങ്കിൽ മാർക്കറ്റ് നമുക്ക് എക്സാക്ട് ഡയറക്ഷൻ വന്നതിന് ശേഷം മാത്രം മാർക്കറ്റിലേക്ക് ട്രേഡ്സ് എടുക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വിട്ട് നിൽക്കുക. നമ്മൾ 1 ഹവറിലേക്കും സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ട്രേഡ്സിനുള്ള ഓപ്പർച്യൂണിറ്റി പോലും മാർക്കറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല ഓൾറെഡി. ഇപ്പോൾ നമുക്ക് 2 പ്രോബിലിറ്റി ആണുള്ളത്. ഒന്നെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇവിടുന്ന് മുകളിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ മുകളിലേക്ക് വന്ന ശേഷം ഈ ഒരു റേഞ്ചിൽ, ഇത് നമ്മുടെ എക്സാക്ട് സപ്ലൈ സോൺ ആണ്. അത് മാത്രമല്ല ഇത് നമ്മുടെ ഡേയുടെ സപ്ലൈ സോൺ ആണ്. അതുപോലെ തന്നെ ഇത് 1 ഹവറിന്റെയും ഒരു സപ്ലൈ സോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ഏരിയ നല്ല സ്ട്രോങ് ആണ്. ഇവിടുന്ന് വേണമെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി ഫെയിൽ ആകാം. ഇത് മാർക്കറ്റിന്റെ ഒരു ബേസ് ആണ്. ഈ ബേസിൽ നിന്ന് വേണമെങ്കിൽ മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്യാം. ഇവിടുത്തെ എടുക്കാനുള്ള ലിക്വിഡിറ്റീസ് ഒക്കെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ മാർക്കറ്റ് താഴത്തേക്ക് ഫോൾ ആകാം. ഇവിടുന്ന് മാർക്കറ്റ് ഫോൾ ആവുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 61,000 എന്നുള്ള റേഞ്ചാണ്. ഈ 64,000 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 61,000 സ്റ്റിൽ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമ്മൾ വിട്ട് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളിവിടെ ട്രേഡ്സുകളൊന്നും കാര്യമായി ഒരു ട്രേഡ്സും എന്തായാലും നോക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഡേയിൽ വീണ്ടും മാർക്കറ്റിന്റെ മൂവ്മെന്റ് നോക്കാം. ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ട്രേഡ്സ് നമുക്ക് ഓപ്പർച്യൂണിറ്റി എല്ലാം കിട്ടുകയാണെങ്കിൽ, കിട്ടാനുള്ള പോസിബിലിറ്റി കുറവാണ്, കിട്ടുകയാണെങ്കിൽ നമ്മുടെ പ്രീമിയം ടെലഗ്രാം ചാനലിലും അതുപോലെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.